ചന്ദ്രാപ്പനി NSS കരയോഗം കുടുംബ സംഗമം നടത്തി. NSS കൊടുങ്ങല്ലൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് സി രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് ജാർഖണ്ഡ് എന്ന സംസ്ഥാനത്ത് 2 കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. കേട്ടിട്ടുണ്ടോ? കുറച്ച് ആൾക്കാർ കേട്ടിട്ടുണ്ട്, ഭൂരിപക്ഷം പേരും കേട്ടിട്ടുണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ന്യൂസ് ചാനലും അങ്ങനെയുള്ള പത്രമൊക്കെ വായിക്കുന്ന ഒരു രീതി കുറവായിരിക്കും. പക്ഷെ ഈ ഒരു വിഷയം നമ്മളെ സംബന്ധിച്ച് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ട 2 കന്യാസ്ത്രീകളെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് എങ്ങനെയാണ് പ്രാധാന്യം അറിയിക്കുന്ന വിഷയമാകുന്നതെന്ന് നമുക്കൊന്ന് ആലോചിക്കാം. കാരണം കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തു, അത് നിയമവിരുദ്ധം, അല്ലെങ്കിൽ അവരെ വെറുതെ വിടണം, അത് അവര് നിയമവിരുദ്ധമായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കണം. ഇതൊരു സാധാരണ നടപടിയാണ് നിയമത്തിന്റെ വഴിയിൽ. പക്ഷെ അവിടെ നാം സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, അവരെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ പ്രശ്നങ്ങൾ നടന്ന അല്ലെങ്കിൽ ചർച്ചകൾ നടന്ന ഒരു സംസ്ഥാനം കേരളമായിരുന്നു. എല്ലാ ചാനലിലും 3-4 ദിവസങ്ങൾ ഇത് മാത്രമായിരുന്നു ചർച്ച. അവരെ റിലീസ് ചെയ്യാൻ വേണ്ടി ജാർഖണ്ഡിലുള്ളവരും അല്ലെങ്കിൽ മറ്റു സംസ്ഥാനത്തിൽ നിന്നും പോയേക്കാൾ കൂടുതൽ ആൾക്കാർ കേരളത്തിൽ നിന്ന് പോയി. എല്ലാ രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ട LDFകാരും UDFകാരും BJPയും എല്ലാം NDAയും എല്ലാ ഘടകകക്ഷികളും അവിടെ ക്യൂ നിൽക്കുകയായിരുന്നു. അവരെ വിടണം എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ അതിനു മുൻപ് അവിടെ ഇതേപോലൊരു അറസ്റ്റ് നടന്നു. ക്രിസ്ത്യൻ പുരോഹിതന്മാരെ അറസ്റ്റ് ചെയ്തിരുന്നു. അവർ 11 മാസം ജയിലിൽ കിടന്നു. അന്നൊരു ബഹളം ഉണ്ടായിരുന്നില്ല. അതിനു മുമ്പ് കേരളത്തിൽ തൃശ്ശൂര് ഇതേപോലെ തന്നെ ഇതേ ആരോപണത്തിൽ മതപരിവർത്തനം നടത്തുന്നു എന്നുള്ള ആരോപണത്തിന്റെ പേരിൽ തൃശ്ശൂരും ക്രിസ്ത്യൻ പുരോഹിതരെ അറസ്റ്റ് ചെയ്തിരുന്നു. അന്നും ഒരു ബഹളവും നടന്നിരുന്നില്ല. പക്ഷെ ഇന്ന് മാത്രം ഇത്രയധികം ബഹളം എന്തുകൊണ്ട് നടന്നു? നാം ഒന്ന് ആലോചിക്കണം. എന്തായിരിക്കും കാരണം? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? എന്തായിരിക്കും? ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒരുപോലെ അവരുടെ പിന്നിലേക്ക് അവരെ വിട്ടുകിട്ടണമെന്ന് പറഞ്ഞ് മുന്നോട്ട് വരാൻ കാരണം? ഞാനൊരു തിരിച്ചൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അവിടെ അറസ്റ്റ് ചെയ്തത് 2 നായന്മാരെയാണെന്ന് വെച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഏറ്റവും കൂടുതൽ പറയാൻ നമ്മളായിരിക്കും. അവർക്ക് അത് തന്നെ വേണം, അവിടെ പോയിട്ട് വേഷം കെട്ടി കളിച്ചോണ്ടല്ലോ അവിടെ കിടക്കട്ടെ പറയും. ഇതായിരിക്കും നമ്മുടെ സ്വഭാവം. അതേസമയം രാഷ്ട്രീയക്കാരടക്കം ഇങ്ങനെ ഇറങ്ങാൻ കാരണം ഒറ്റ കാരണമുള്ളൂ, അവർ ഒന്നിച്ചു നിന്ന് വോട്ട് ചെയ്യും. 2 സുപ്രധാന തിരഞ്ഞെടുപ്പുകൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. കരയോഗം പ്രസിഡന്റ് നന്ദകുമാർ മേനോൻ അധ്യക്ഷനായി. നമ്മൾ കുറെ കാര്യങ്ങൾ ഈ കരയോഗത്തിൽ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റി. ഒരു 100 കുടുംബത്തിൽ 100ഓളം വീട്ടുകാർക്ക് നമ്മൾ ഓണക്കിറ്റ് വിതരണം ചെയ്യലുണ്ടായി. ആ ഓണക്കിറ്റയ്ക്ക് വേണ്ട പുളിയിഞ്ചി നാരങ്ങ എല്ലാം ഈ കരയോഗത്തിൽ നിന്ന് നമ്മൾ തന്നെ ഉണ്ടാക്കി അത് പാക്ക് ചെയ്ത് അതോടൊപ്പം പലവ്യഞ്ജനങ്ങളും നേന്ത്രക്കായും വെളിച്ചെണ്ണയും എല്ലാം സഹിതം നമ്മൾ ഏകദേശം ഒരു 100ഓളം വീട്ടുകാർക്ക് ഈ കഴിഞ്ഞ ആഴ്ച നമ്മൾ എത്തിച്ചു കൊടുക്കണ്ടായി. ഡോക്ടർ രമാദേവി മുഖ്യാതിഥിയായി. NSS കൊടുങ്ങല്ലൂർ താലൂക്ക് യൂണിയൻ സെക്രട്ടറി MC ശ്രീകുമാർ ചികിത്സാ സഹായ വിതരണവും, താലൂക്ക് വനിതാ യൂണിയൻ പ്രസിഡന്റ് പുഷ്കല വേണുരാജ്, എഴുത്തുകാരി കുമാരി മാളവികയ്ക്ക് സ്നേഹാദരവും നൽകി. താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് മനോജ് കുമാർ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് വിതരണം നടത്തി. കരയോഗം സെക്രട്ടറി V ഉദയകുമാർ, താലൂക്ക് യൂണിയൻ വനിതാ സെക്രട്ടറി പാർവതി മനോജ്, കയ്പമംഗലം ഈസ്റ്റ് കരയോഗം പ്രസിഡന്റ് K സുധാകരൻ നായർ, കൊട്ടേക്കാട്ട് കുടുംബയോഗ സമിതി സെക്രട്ടറി K പ്രസന്ന രാജു, RP ചന്ദ്രൻ, NR സന്തോഷ്, P വാണി ദേവി, ഹരിദാസ് ഇല്ലത്ത്, മുരാരി വിളമ്പത്ത്, വനിതാ സമാജം പ്രസിഡന്റ് P ഗിരിജ മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ. എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ. കൂടെ 0% EMI ആൻഡ് ക്യാഷ് ബാക്ക് ഓഫർ, ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും. വേൾഡ് ക്ലാസ് ബ്രാൻഡ്സ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ്. തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ, ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ്, ലൈവ് സർവീസ് സെന്റർ, ബോട്ട്, സീബ്രോണിക്സ്, ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ആക്സസറീസുകളുടെ ഓതറൈസ്ഡ് ഡീലർ സലാല മൊബൈൽസ്, മൂന്നുപീടിക, യുവർ സ്മാർട്ട് ഫോൺ പാർട്ട്ണർ. You're watching True Line News.